ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. വീട്ടിലെ ഇരുമ്പൻ പുളിത ഇങ്ങനെ ഇഷ്ടംപോലെ കായ്ച്ച് എന്താ പറയേണ്ടത്, ആർക്കും ഉപയോഗമില്ലാത്ത രീതിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ സമയം ഞാൻ നെയ്യാറ്റിൻകരയാണ് പോകുന്നത് കേട്ടോ, മീൻ മേടിക്കാനായിട്ട്. ഓട്ടോ വന്ന് നോക്കുവാണ്, നമ്മുടെ സന്തോഷമല്ല, സന്തോഷിൻ്റെ ജ്യേഷ്ഠൻ പ്രസന്നം ചേട്ടനാണ് കേട്ടോ. ഇച്ചിരി വരാൻ ലേറ്റായി. അപ്പോഴത്തേക്ക് ഞാനൊരു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പൂവാണെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിലിങ്ങനെ പൂ തൊലങ്ങി നിൽക്കും കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ നീലക്കുറിഞ്ഞി. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രസന്നം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ താന്ന് ആദ്യത്തെ ജംഗ്ഷനാണ് കേട്ടോ, പെരുമ്പഴത്തൂർ ജംഗ്ഷൻ. ഇടതുവശത്ത് കാണുന്നതാണ് കേട്ടോ രേഷ്മ ഫാസ്റ്റ് ഫുഡ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് വാങ്ങുന്ന ഇവിടെ നിന്നാണ് കേട്ടോ. പിന്നെ ആ താഴോട്ട് പോകുന്ന റോഡ് ലെഫ്റ്റ് സൈഡിൽ അരുവിപ്പുറം റോഡാണ് കേട്ടോ. ഇതാണ് പെരുമ്പഴത്തൂർ ജംഗ്ഷൻ. ഇവിടെയാണ് ഞാൻ ഹൈസ്കൂൾ പഠിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ ഇതൊരു മെയിൻ ജംഗ്ഷനാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ആൽഫ ഹോസ്പിറ്റലുണ്ട് കേട്ടോ. എൻ്റെ കസിന് ഷീജ വർക്ക് ചെയ്യുന്ന ഇവിടെയാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം തൊഴുക്കൽ ജംഗ്ഷൻ, വഴുതൂർ ജംഗ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇടതുവശത്ത് കാണുന്നതാണ് നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കേട്ടോ. വലതുവശത്ത് റോഡുണ്ട്. ആ റോഡ് പോയി നമുക്ക് ടി ബി ജംഗ്ഷൻ, അവിടെ നിന്ന് ട്രിവാൻഡ്രത്താണ് കേട്ടോ. അത് അവിടെ ബസ് നിൽക്കുന്നുണ്ടോ, അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് മെയിൻ എൻട്രൻസ്. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബോയ്സിൻ്റെ സ്കൂളുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇടതുവശത്ത് ഗേൾസിൻ്റെ സ്കൂളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വ്യവസായം ചെയ്യുന്ന ആൾക്കാർ തുണി കച്ചവടവും അതുപോലെ തന്നെ പൊട്ട്, ചീപ്പ്, പച്ചക്കറി, അതുപോലെ തന്നെ പൂക്കൾ, ചെടികളൊക്കെ വയ്ക്കുന്നില്ലേ, അങ്ങനത്തെ ഷോപ്പുകളൊക്കെയാണ്. ഈ ഷോപ്പല്ലല്ലോ, നമ്മളിത് എല്ലാ ജംഗ്ഷനകത്തും കാണുന്നതാണല്ലോ ഇങ്ങനെ വഴിയോര കച്ചവടക്കാർ. അപ്പോൾ അവരവരുടെ ബിസിനസ് ഇങ്ങനെ പൊടിപൂരമായിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് ഗേൾസ് ഡേ സ്കൂൾ കേട്ടോ. ഇത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇടതുവശത്താണ് ഞങ്ങളുടെ നെയ്യാറ്റിൻകര SBIയുടെ ബാങ്ക്. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്ന ജംഗ്ഷനാണ് ആലുമൂട് ജംഗ്ഷൻ കേട്ടോ. ഈ ആലുമൂട് ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ TB ജംഗ്ഷൻ, മൂന്നുകല്ലുമൂട്, വഴിമുക്ക്, ആറാലുമൂട്, വഴിമുക്ക്, ബാലരാമപുരം, അങ്ങനെ പോകും കേട്ടോ. അതാണ് അങ്ങോട്ട് പോകുന്നത്. ഇനി നമ്മൾ ഈ ആലുമൂട് ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലോട്ട് വരുന്നത് ഇത് നേരെ ബസ് സ്റ്റാൻഡ് പോകുന്ന റോഡാണ്. ആലുമൂട് ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഇടതുവശത്ത് കാണുന്നത്. അതായത് തെക്കൻ ഗുരുവായൂർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ ഒരു ജുവലറി ഉണ്ട്, പടിപ്പുര ജുവലറി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കാണുന്നതാണ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നെയ്യാറ്റിൻകര. കാണുന്നുണ്ടോ? ഇവിടെ വന്നാൽ ഉണ്ണിക്കണ്ണനെയും കാണാം, അതുപോലെ തന്നെ ശിവഭഗവാനെയും കാണാം കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡ് റോഡാണ്. പക്ഷേ ഇതിൻ്റെ ഇടതുവശത്തിട്ട് കോടതി റോഡുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോടതി റോഡ്, ഇതാണ് ഇടതുവശത്ത് കാണുന്നതാണ് നെയ്യാറ്റിൻകര കോടതി കേട്ടോ. അപ്പോൾ ഇതിന് നേരെ ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം പോകുന്നത് അമരവിളയാണ് കേട്ടോ. മീൻ മേടിക്കാനാണ് പോകുന്നത്. സാധാരണ ഞാൻ TB ജംഗ്ഷനിലാണ് പോകുന്നത്. ഇന്ന് ഞാൻ ഓർത്ത് അമരവിള പിന്നോക്കം. രണ്ടുപേരും ചേച്ചിയും അനിയത്തിയാണ് കേട്ടോ അപ്പുറം ഇപ്പുറം മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് വന്ന് കയറുന്നത് ഇടത്തോട്ട് നമുക്ക് അമരവിള റോഡാണ് കേട്ടോ. വലത്തോട്ട് പോയാൽ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കോടതി റോഡ് വന്നത്. അല്ലെങ്കിൽ കിഷൻകോവിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. അത് കാരണം നമ്മൾ ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ അത് നേരെ പോകുന്ന അമരവിള റോഡാണ്. പക്ഷേ ഇടത്തോട്ട് ഒരു ബൈ റോഡുണ്ട്. അവിടെ വന്നാൽ നമ്മുടെ മീൻ വിൽക്കുന്ന ചേച്ചിയുടെ അടുത്തെത്താം. ഇവളുടെ അനുജത്തിയുടെ നിന്നാണ് കേട്ടോ ഞാൻ TB ജംഗ്ഷനിൽ മീൻ വാങ്ങുന്നത്. ഇവിടുത്തെ ചേച്ചിയാണ്. വന്നപ്പോൾ തന്നെ ഒരു വലിയ മീൻ അങ്ങനെ ഇരിപ്പുണ്ട്. ഇതാണ് കോഴിയ മുരളെന്ന് പറയും കേട്ടോ. ഇതാണ് ക്ലാത്തി മീൻ കേട്ടോ. ഞാൻ എല്ലായിടത്തും പറയും ക്ലാത്തി മീൻ എന്ന് പറയുമ്പം ലൈവിൽ വരുന്നവർക്ക് ക്ലാത്തി മീനോ അതെന്നാ മീനാണെന്ന് ചോദിക്കും കേട്ടോ. ഒരു മഞ്ഞ കളറിൽ ഇരിക്കുന്നില്ലേ, അതാണ് കേട്ടോ. അത് തൊലി ഉരിച്ചിട്ട് കപ്പയും അതുപോലെ തന്നെ ക്ലാത്തി മീൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് കണ്ടോ, ചുണ്ട് നീണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ചുണ്ടാ മുരളെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ കിളിമീൻ, റോസ് നവര മീൻ കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് മുന്നേ ഒരാൾ വന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒരു മീൻ മേടിച്ചു. 500 രൂപയിൽ കുറഞ്ഞ് തരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്ത് അവസാനം 400 രൂപയിൽ ലേലം ഉറപ്പിച്ചു. പക്ഷെ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. അതായത് ചെറുവള്ളത്തിൽ പോയി ചൂണ്ടയ്ക്ക് പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ്. ആ തലയുടെ ഭാഗത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് കാണാം കേട്ടോ. ചൂണ്ട അതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ആ ചേച്ചി തലക്കിട്ടൊരു വെട്ടി കേട്ടോ. സാധാരണ ഞാൻ മീൻ തൊലി ഉരിച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഈ മീൻ തൊലി ഉരിക്കേണ്ട ആവശ്യമില്ല, ചെല്ലും ചിതമ്പലും കളഞ്ഞ് ഞാൻ നല്ലവണ്ണം ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു വലിയ പീസായിട്ട് മുടിക്കട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു ഇടത്തരം എന്ന രീതിയിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ ഇതിൻ്റെ ഒരു പീസൊക്കെ ഫിഷ് ഫ്രൈ 100 രൂപയ്ക്ക് മേടിക്കത്തില്ല. ഇപ്പം മീൻ എന്നാ വിലയെന്നറിയുമോ, ഭയങ്കര വിലയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ അദാനി കൊണ്ട് അവിടെ വീണത്തിൽ കല്ലിട്ടു, അവിടെ ഞങ്ങൾക്ക് മീനില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഇപ്പം വളരെയായിട്ട് മീൻ കുറവാണ് കേട്ടോ. മീനാണെങ്കിൽ ഒടുക്കത്തെ വിലയുമാണ് കേട്ടോ. എന്തായാലും ഇത് ഇച്ചിരി നല്ല പീസസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മീൻകറി വെക്കാനും വറുക്കാനും ഒക്കെ കിട്ടി കേട്ടോ. 2 ദിവസം രംഗം കുശാലായിരുന്നു. അപ്പോൾ എന്തായാലും തൊട്ടപ്പുറത്ത് തന്നെ നല്ല പച്ചക്കറി മീൻസ്, അതായത് വെണ്ട ഉണ്ടല്ലോ, വെണ്ട, അതുപോലെ ഉള്ളിപ്പൂവ്, പയർ, ഇതൊക്കെ ഈ
വയലിൽ നട്ടിട്ട് അങ്ങനെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാം നല്ല ജൈവ വളത്തിലുള്ള എന്നാണ് അവർ പറയുന്നത്, എത്രയെന്ന് അറിയത്തില്ല. ഇനി എന്തായാലും ഞാൻ അവിടെ നിന്ന് ആ കോഴിയോ മിറലും മീനും മേടിച്ചു, ഇച്ചിരി വെണ്ടയ്ക്കയും പയറും എല്ലാം മേടിച്ചതിന് ശേഷം പിന്നെ നേരെ പോകുന്നത് കണ്ട് ഇടതുവശത്ത് കാണുന്നത് വിസ്മയ ഹോട്ടലാണ് കേട്ടോ. ഇതാണ് ആലുമൂട് ജംഗ്ഷൻ. ഇനി അടുത്ത് വരുന്നത് TB ജംഗ്ഷൻ. അവിടെയാണ് ഞാൻ മീൻ വാങ്ങുന്നത് സാധാരണ പോയി. ഇതാ കണ്ടോ, ഇവരുടെ ചേച്ചിയുടെ അടുത്തു നിന്നാണ് ഞാൻ പോയി ആ മീൻ മേടിച്ചത്. ഇവിടെ വന്നപ്പോഴത്തേക്കും രംഗം വളരെ ശോകമാണ്. ഫ്രഷ് ചൂര എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ആ ചൂര കണ്ടിട്ട് എനിക്ക് അത്ര ഫ്രഷായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ചൂരയിലേ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചൂര മീനാണ് വാങ്ങുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ കണ്ണൻ കൊഴിയാളെന്ന് പറയും കേട്ടോ. നിങ്ങൾ അയലക്കണ്ണി എന്ന് പറയും. അത് ഇത്തിരി ഫ്രഷ് ആയിരുന്നു. 2 എണ്ണം 150 രൂപ. 4 മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുന്നല്ലേ, മീനുകൾക്കൊക്കെ എന്താ വില. സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞാൽ മീനിന് ഇച്ചിരി വിലയാണ് കേട്ടോ. പിന്നെ അതാണ് നല്ല എന്താ പറഞ്ഞാൽ വ്ളാത്താങ്കണ്ണി ചീര അങ്ങനെയാണ് കേട്ടോ ഇതിനെ പറയുന്നത്. നല്ലൊരു ഫ്രഷ് നല്ലൊരു റെഡിഷായിട്ട് ചീര ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചീരയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഒരു ചേട്ടൻ, ഞാൻ എപ്പോഴും പോയി സാധനം മേടിക്കുന്ന ഈ പൈനാപ്പിൾ മേടിക്കും കേട്ടോ. അതിനകത്താണ് സാധാരണ ചന്ത കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണ് പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മധുരക്കിഴങ്ങും പൈനാപ്പിളും വാങ്ങിച്ചു. പിന്നെ ഈ അമ്മയുടെ അടുത്തു നിന്നാണ് ഞാൻ കപ്പ മേടിക്കുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ നേരെ എന്നെ അടുത്ത് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇത് റൈറ്റ് സൈഡിൽ നല്ല ബീഫൊക്കെ ഉണ്ട് കേട്ടോ. ഇത് TB ജംഗ്ഷനിൽ നിന്ന് മുകളോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന RB പാലസ് ഹോട്ടലാണ് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ ഓണത്തിൻ്റെ വ്ളോഗ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇടതുവശത്ത് PWD റെസ്റ്റ് ഹൗസാണ് കേട്ടോ. ഇനി ഇവിടെ നേരെ വരുന്നത് നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷനാണ്. ഇടത്തോട്ട് പോയാൽ കാട്ടാക്കട റോഡ്, വലത്തോട്ട് പോയാൽ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത് വന്നു. ഇനി അടുത്ത് പോകുന്നത് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണം. പോകുന്ന വഴിക്ക് തന്നെ ഒരു ഫ്രൂട്ട്സ് കട കേട്ടോ. ഞാൻ സ്ഥിരം മേടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് പേരയ്ക്കയും അതുപോലെ തന്നെ ആപ്പിളും മേടിക്കണം എന്ന് ഓർത്തിട്ട് പോയതാണ് കേട്ടോ. വൈറ്റമിൻ C അടങ്ങിയ ഫ്രൂട്ട്സ് ആണല്ലോ പേരയ്ക്ക, അതുപോലെ തന്നെ ഓറഞ്ച്, പപ്പായ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് വന്നിട്ട് എല്ലാവർക്കും ശ്വാസം മുട്ടും ചുമയും അതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ C വളരെ ആവശ്യമാണ്. അപ്പോൾ അത് കാരണം ഞാൻ പേരയ്ക്കയും മേടിക്കാൻ വന്നത്. അതായത് ഒരു ആപ്പിൾ, എന്തോ ഒരു പ്രത്യേകതരം ആപ്പിളെന്ന് പറഞ്ഞു, എന്തോ തുർക്കി ആപ്പിളോ എന്തോ പറഞ്ഞു. എന്തായാലും ഞാനതൊരു അരക്കില മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പപ്പായ മേടിച്ചു, പിന്നെ കുറച്ച് പേരയ്ക്കയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ കാണുന്ന ആ പേരത്തൻ പഴം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ അങ്ങനെ വീഡിയോസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അത് കാരണം ഞാൻ എടുത്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ബൈ ബൈ.